ഹായ് കൂട്ടുകാരെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഡെയിലി എന്തായാലും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം പറ്റുന്ന ദിവസങ്ങളിലുള്ളത് ചെയ്തിട്ടിടാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് പേർക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോയെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നമ്മളുടെ വേൾഡ് കപ്പ്, അതായത് ഫ്രാൻസിൻ്റെയും മൊറോക്കോൻ്റെയും കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വെളുപ്പിനെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഉറക്കമൊന്നും ഇല്ലായിരുന്നു. കളി ഒരു 3:30 ഒക്കെ ആയ സമയത്തേക്കും തീർന്നു. പക്ഷെ ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലത്തേക്ക്, അതായത് വേണ്ട ഫുഡൊക്കെ ആക്കി വെക്കാമെന്ന്. കാരണം അമ്മയ്ക്ക് രാവിലെ കുഞ്ഞുവിനെ സ്കൂളിൽ വിടാനുണ്ട്. അപ്പം ലഞ്ചും സ്നാക്സും ഒക്കെ ആക്കി വിടണം. അപ്പം എന്തേലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്ത് വെച്ചാൽ അത്രയും ഹെൽപ്പായല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തോരനൊക്കെ ആക്കി നമ്മളെ കുറ്റിപ്പയറും കൊണ്ട്, എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 5 മണിയായി. അപ്പം എനിക്ക് ഉറക്കം വന്നിട്ട് പിന്നെ ഞാൻ പോയി കിടന്നു. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് 10:30-11 മണിക്കാണ് കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വരുമ്പം നമ്മളെ ഇപ്പുറത്തെ പറമ്പ് ഫുള്ള് ക്ലീൻ ചെയ്യുകയാണ്. നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ഐറ്റം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഉണങ്ങി എല്ലാം പോയിട്ടുണ്ടായിരുന്നു. വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വള്ളി പന്തൽ കാണുന്നത് കോവലും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടും ആയിരുന്നു കേട്ടോ. ഒത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഫുള്ള് അമ്മയും അച്ഛനും കൂടെ ക്ലീൻ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടനും വന്ന് കുറേ നേരം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡുള്ള കൃഷിത്തോട്ടമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയുള്ളി തന്നെയാണ് കൃഷി ചെയ്യുന്നത്. നമ്മളിവിടെ വന്ന സമയത്ത് വാഴയായിരുന്നു. പിന്നെ അതാ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പട്ടികളും വേറെ മൃഗങ്ങളൊന്നും പുറത്തുനിന്ന് വേറെ ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അത് ഓൺ ചെയ്യും. രാവിലെ 6 മണിയാകുമ്പം അത് ഓഫ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കുക്കിയുടെ കാര്യങ്ങളൊക്കെ അമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും മുട്ടക്കറിയുമായിരുന്നു. പൊതുവേ എനിക്ക് പുട്ടിൻ്റെ കൂടെ നോൺ വെജ് ഇഷ്ടമല്ല. പക്ഷേ അമ്മയുടെ മുട്ടക്കറി നല്ല ടേസ്റ്റാണ്. കുക്കർ എഗ് റെസിപ്പി എന്ന് പറയാം കേട്ടോ. അതായത് കുക്കറിലാണ് മുട്ടക്കറി ആക്കിയത്. അതുകൊണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വേണ്ട ലഞ്ചിനുള്ളത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് രാത്രി അമ്മ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും. അപ്പോൾ അവിടെ പോയിട്ട് നല്ല ഫ്രഷ് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അങ്ങനെ അത് മത്തിയും അയലയും ചെമ്മീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയല ഫ്രൈ ചെയ്തു, മത്തി കറിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ മത്തി മുളകിട്ട് പറ്റിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കുടംപുളി നീരൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി കറിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ അപ്പുറത്ത് പരിപ്പും കുമ്പളങ്ങയും കൂടെ കറിയും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ കുഞ്ഞുൻ്റെ പെയിൻറ്റിങ്ങും പേനയും പെൻസിലും ബുക്സും എല്ലാം എടുത്തിട്ട് കളിയാണ്. അവൻ്റെ കപ്പും. അങ്ങനെ ഇവളെ കാരണം ആർക്കും രക്ഷയില്ല. എല്ലാവരും സാധനം എടുത്ത് ഒന്നെങ്കിൽ പൊട്ടിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കും. ടി വിയുടെ റിമോട്ടൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും. ചോദിക്കുമ്പോൾ എടുത്തുകൊണ്ട് തരുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ കറിക്ക് അരപ്പൊക്കെ ചേർക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും കുഞ്ഞ് വന്നു. പിന്നെ അവൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയി അവൾ. അവൻ ഇന്ന് സ്കൂളിൽ പ്രാക്ടീസ് ഇല്ലായിരുന്നു, അത് കാരണം നേരത്തെ വന്നു. അല്ലെങ്കിൽ ലേറ്റ് ആവാറുണ്ട്. പിന്നെ വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ട്യൂഷനും കൂടെ പോവും. അങ്ങനെ ആളെ കിട്ടാറേ ഇല്ല നമുക്ക്. സത്യം പറഞ്ഞാൽ ആൾ ഫുൾ ബിസിയാണ്. രാവിലെ 8 മണിക്ക് പോയാൽ പിന്നെ ഒരു 5:30 ആകുമ്പോൾ വരുള്ളൂ. അത് കഴിഞ്ഞ് ട്യൂഷന് പോയി പിന്നെ രാത്രി 9 മണിക്ക് വരും. അങ്ങനെ ആൾ ഫുൾ ബിസിയാണ്. പിന്നെ ഇവിടെ മല്ലിപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ രാവിലെ തന്നെ മല്ലി കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പൊടിക്കാൻ വേണ്ടിയിട്ട് മല്ലി വറുത്തെടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ടെറസിൽ പോയിട്ട് നമ്മളുടെ വ്യൂ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഈ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ ഫുള്ള് നോക്കിക്കൊണ്ട് നിൽക്കാൻ വേണ്ടി. നല്ല രസമാണ്. ബാക്ക് സൈഡിൽ കൃഷിത്തോട്ടങ്ങൾ, പിന്നെ നമ്മളുടെ നിൽക്കുന്ന ഏരിയയ്ക്ക് ചുറ്റും മലയാണ് കേട്ടോ. അപ്പോൾ ആ മലയിൽ എപ്പോഴും, അതായത് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് ഉച്ചയ്ക്കാണ്, ഈ സമയത്ത് നോക്കിയാലും ഫുള്ള് കോട കാണാം. ഇതുപോലെ മല കാണാനേ പറ്റില്ല കേട്ടോ. അത്രയും വെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മല ക്ലിയറായിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത ടൈമൊക്കെ അതാ ഇങ്ങനെയാണ്. നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സൂം ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്.
ഭയങ്കര അടിപൊളി വ്യൂ ആണ്. നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. എത്ര നേരം ഇവിടെ നിന്നാലും മതിയാവില്ല. രാത്രിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ചൂടൊക്കെ ആണെങ്കിൽ ഈ ടെറസിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയാൽ നല്ല തണുപ്പായിട്ട് കിട്ടും. നമ്മൾ കുറച്ച് എന്താ പറയുക മൈൻഡൊക്കെ ഒന്ന് ഇതായിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്നാൽ നമ്മൾ കൂളായിക്കോളും. അത്ര രസമാണ്. ഇതാ ഞാൻ പറഞ്ഞില്ലേ ചുറ്റും മലകളാണ് നമ്മൾ നിൽക്കുന്ന ഈ ഏരിയയിൽ. ഈ മലേൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ പ്ലോട്ടും വാങ്ങിച്ചിട്ടുള്ളത്. ഇതിനെക്കാട്ടിയും രസമായിരിക്കും ചിലപ്പോൾ അവിടെ നിൽക്കാൻ കേട്ടോ. അപ്പം കുറേ സമയം ഞാൻ ഇവിടെ തന്നെ നിന്നു. കുക്കി പിന്നെ താഴെ അവരുടെ കൂടെയൊക്കെ കളിക്കുന്നത് കൊണ്ട് ഞാൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. വന്നാൽ ചാടിക്കൊണ്ട് പുറകെ വന്നേനെ കേട്ടോ. പിന്നെ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ടെറസിൽ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഏകദേശം വളർന്ന് സെറ്റായിട്ടുണ്ട്. ഇവിടെ മഴക്കാലമായാലും വേനൽക്കാലമായാലും ഇതേ ക്ലൈമറ്റ് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും ഒരു തണുത്ത ഒരു ക്ലൈമറ്റാണ് കേട്ടോ. കണ്ടോ ഈ വ്യൂ ഒന്നും എത്ര നോക്കിയാലും മതിയാവില്ല. പിന്നെ സന്ധ്യ ആയപ്പം ഞാൻ നേരെ താഴോട്ടിറങ്ങിപ്പോയി. കുളിക്കാനും പിന്നെ കുക്കിയെ കുളിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തൊക്കെ പോയി വന്ന സമയത്തേക്കും കുക്കി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രാത്രി കുറേ ലേറ്റായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കുക്കി ഭയങ്കര ഉറക്കമായിരുന്നു. ഇന്നെന്തോ 9 മണിയായപ്പോഴേ കിടന്ന് ഉറങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ സീരീസൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഇവിടെ വന്നാലേ ഇങ്ങനെ സീരീസൊക്കെ കാണാൻ പറ്റുള്ളൂ. കാരണം കുക്കി അവളുടെ കാര്യം നോക്കി നടക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായോ?